വാ നീ. ഒരു കല്യാണം അങ്ങ് കഴിച്ചു. പെട്ടെന്നായിരുന്നു, അറിയിക്കാൻ പറ്റിയില്ല പെങ്ങളെ. എന്റെ പെങ്ങളാ കലാവതി, ശ്യാമള. ദാ ആ നിൽക്കുന്നത് അവളുടെ ഭർത്താവ് സോമനാഥൻ. ദാ ആ നിൽക്കുന്നത് ചത്തുപോയ അവളുടെ ആങ്ങളെയും ഭാര്യയും. ആ നിൽക്കുന്നതും കയ്യിലിരിക്കുന്നതുമാ എന്റെ 5 പെമ്മക്കൾ. എന്ത് ചെയ്യാനാ, എത്ര പറഞ്ഞാലും അവള് പെണ്ണിനെ പിറത്തുള്ളായിരുന്നു. പിള്ളേരെ, ദാ ഇനി ഇതാണ് നിങ്ങളുടെ അമ്മ. അല്ല, ഞങ്ങൾക്ക് ഒരമ്മേ ഉള്ളൂ. ചത്തുപോയവരെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെയൊന്നും പറയില്ല അച്ഛാ. അഹങ്കാരികളാണല്ലോ ചന്ദ്ര. മെരുക്കിയെടുക്കണം. എന്റെ പെങ്ങളെ മരിച്ചിട്ട് 1 മാസം തികഞ്ഞില്ലല്ലോ ചന്ദ്രസേന. അതിനു മുമ്പ് തന്നെ നീ? അയ്യോ, ഇത് പണ്ടേ ഉള്ള ബന്ധുവാ. ഇപ്പോഴാ കെട്ടുകല്യാണം നടത്താനുള്ള അവസരം കിട്ടിയത്. എനിക്ക് ഒരാൺകുഞ്ഞിനെ തരാൻ ഇവൾക്ക് കഴിയുവളിയാ, അതുകൊണ്ട് കെട്ടിയതാ. അറിഞ്ഞു, സകലതും അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വന്നത്. നിന്നെ ഒന്ന് ഒതുക്കത്തി കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നടാ ഞാൻ. കൊള്ളാടാ ചന്ദ്രസേന, ഭാഗ്യം ചെയ്ത ജന്മോ നിന്റെ. കെട്ടിയോള് മരിച്ചെങ്കിലെന്താ, കട്ടിലൊഴിയുന്നില്ലല്ലോ. അതും ദാ ഇതുപോലൊരു മുതല്. മാന്യമായിട്ട് സംസാരിക്കണോ? എല്ലില്ലാത്ത നാവ് വെച്ച് ചുമ്മാ ആടാൻ നിക്കല്ലേ. ഞാൻ ആടും പാടും. എന്റെ കാശ് പലിശ സഹിതം കിട്ടിയില്ലെങ്കിൽ ഇവന്റെ ഈ 2ാം കെട്ടിലും അഴിഞ്ഞാടും വാസു. കാശ് തരാനുണ്ടെന്നുള്ളത് നേരാ, അത് ഞാൻ തന്നിരിക്കും. ഇനി അങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല ചന്ദ്രസേന.
ഇന്നെനിക്ക് പണം കിട്ടണം. ഈ നിമിഷം. ഇപ്പൊ തൽക്കാലം എന്റെ കയ്യിൽ കാശില്ല. എനിക്ക് ഒരു അവധി വേണം. നടക്കില്ല ചന്ദ്രസേന. പലിശയും പലിശയുടെ പലിശയായിട്ട് 10-14 ലക്ഷം രൂപയായി. പലിശയെങ്കിലും കിട്ടാതെ ഇന്ന് ഞാനിവിടുന്ന് പോവില്ല. കാശില്ലെങ്കി വല്ല പൊന്നോ പണ്ടോ എടുത്ത് കൊടുത്തു വിടി ചന്ദ്ര. പിള്ളേരുടെ കയ്യിലും കാലിലും ഒക്കെ ഉണ്ടല്ലോ. ചന്ദ്ര, അതൊന്നും എടുക്കരുത്. ഞാൻ സമ്മതിക്കില്ല. മാറി കളിയാ. ഇതേ എന്റെ മക്കൾക്ക് കൊടുത്ത പൊന്നല്ലേ, അത് എനിക്ക് അവകാശപ്പെട്ടതാ. എന്റെ അടുത്ത് കളിച്ചാലേ എന്റെ തനി സ്വഭാവം അറിയും. അത് ഞാനങ്ങ് സഹിച്ചു. കയ്യെന്ന് വിടറി. ചന്ദ്ര, എന്റെ അടുത്ത് കളിക്കല്ലേ. മാറിയേക്കാം അങ്ങോട്ട്. ദാ പലിശ ബാക്കി മുതലില് വരവ് വെച്ചോ. അങ്ങനെ വരവ് വെച്ച് തീർക്കുന്ന എന്തിനാ? പുതിയ പൊണ്ടാട്ടിയുടെ കയ്യിലും കഴുത്തിലും ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള പൊന്ന്. ഇങ്ങോട്ട് ഊരിത്താ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഊരിയെടുത്തോളാം. എന്നെ തൊട്ട ചവിട്ടി കൊല്ലും നിന്നെ ഞാൻ. എടീ, നീ ആരുടെ ദേഹത്താ ചവിട്ടിയെന്നറിയോ? എന്നെ നിനക്ക് അറിയില്ല. കീരി വാസുവാ ഞാൻ. മൂർഖനെ പത്തി നോക്കി അടിക്കുന്ന ചെങ്കീരി. നീ മൂർഖനെ കണ്ടിട്ടുള്ളൂ, വെമ്പാലെ കണ്ടിട്ടില്ല. രാജവെമ്പാലെ. കിട്ടിയതും വാങ്ങിച്ച് മടിക്കെട്ടിൽ വെച്ച് പൊയ്ക്കോണോ ഇവിടുന്ന്? ഇവിടെ ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. മേലെ മാളികപ്പുരയ്ക്കലെ കലാവതി. കാശ് തരും, കണക്ക് തീർത്ത്. അതിനു മുമ്പ് പടയ്ക്ക് വന്ന പൊട്ടിക്കും നിന്നെ ഞാൻ. ഇറങ്ങിപ്പോടാ. വാചന്ദ്ര,
കല്യാണം കഴിച്ച് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതേ കൂടെ പൊറുക്കാനോ അതോ കടം വീട്ടാനോ? നീ കടമൊന്നും വീട്ടണ്ട. ലോൺ എടുത്തിട്ടായാലും കാശ് ഞാൻ കൊടുത്തു തീർക്കും. റവന്യൂ വകുപ്പിൽ ഒരു ജോലി ഉണ്ടല്ലോ എനിക്ക്. ഉണ്ടായിരുന്നു എന്ന് പറയുന്നതല്ലേ നല്ലത്. കൈക്കൂലി വാങ്ങിച്ചിട്ട് കൈയോടെ പിടിച്ചതല്ലേ വിജിലൻസ്. സസ്പെൻഷൻ എന്ന് തീരുമെന്ന് വിചാരിച്ചിട്ടാ. ഇനി ജോലിയിൽ തിരിച്ചു കയറിയാ തന്നെ കള്ളത്തരം കാണിച്ച് പിടിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് ഉടനെ ലോൺ തരുമോ? ഇനി തന്നാ തന്നെ നക്കാപ്പിച്ച ശമ്പളം വാങ്ങുന്ന ഒരു ക്ലർക്കിന് 10-15 ലക്ഷം രൂപ ലോൺ തരുമോ? അതെ, നീ ഇങ്ങനെ കണ്ടമാനം ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ കൊച്ചാക്കണ്ട. വാസുവിനോട് പലിശയ്ക്ക് വാങ്ങിച്ച 10 ലക്ഷത്തിൽ പകുതിയും ബിസിനസ്സിന് ഇറക്കാനെന്നും പറഞ്ഞ് കൊണ്ടുപോയത് നിന്റെ അനിയനാ. സമ്മതിച്ചു. ബാക്കി 5 ലക്ഷോ ചീട്ട് കളിച്ചും വെള്ളമടിച്ചും നശിപ്പിച്ചു അല്ലേ? നീ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണോ കല്യാണം കഴിച്ചത്? ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഈ കല്യാണം എന്റെ ആവശ്യമായിരുന്നല്ലോ. പ്രേമിച്ച് വഞ്ചിച്ച് കടന്നുകളയാൻ ശ്രമിച്ചവനോട് പ്രതികാരം ചെയ്തപ്പോ പറ്റിയ ഒരു കയ്യബദ്ധം. അതിന്ന് രക്ഷിച്ച നിങ്ങളോട് എനിക്ക് തോന്നിയ കടപ്പാടാ ഈ കല്യാണം. അല്ലാതെ 5 പെൺമക്കളുള്ള തന്തയോട് തോന്നിയ ആഗ്രഹമൊന്നുമല്ല. നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഒക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതെ, അറിയാത്ത ഒരു കാര്യം പുതിയതായിട്ട് പറയാം. 10 അല്ല 15 ലക്ഷമായാലും കടം ഞാൻ വീട്ടാം. അതിനുള്ള ബാങ്ക് ബാലൻസ് എനിക്കുണ്ട്. സത്യമാണോ നീ പറയുന്നത്? കലാവതി വെറും വാക്ക് പറയാറില്ല. കടം ഞാൻ വീട്ടും, ഒരു ഉടമ്പടിയുടെ പുറത്ത്. എന്താ? നിങ്ങളുടെ മക്കളെ നോക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, ആഘോഷമായിട്ട് ജീവിക്കാനാ. മനസ്സിലായില്ല. ഒഴിവാക്കണം 5 എണ്ണത്തിനെ. പെട്ടെന്ന് വേണ്ട, കുറച്ച് ദിവസത്തിനകം. പടിയടച്ച് പുറത്താക്കണം. അതിന് ചന്ദ്രൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ ചെയ്തോളാം. എല്ലാവരും പോയി അമ്മ. ഇനിയിപ്പോ ആരും ഞങ്ങളെ നോക്കാനില്ല. ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടായി. എന്നാലും വാവകളെ ഞങ്ങൾ എങ്ങനെയെങ്കിലും നോക്കും. അങ്ങനെ ആരും ഇല്ലാന്ന് കരുതി വിഷമിക്കണ്ട. ദൈവം ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ 5 പേരെയും പൊന്നുപോലെ നോക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. പുറത്തു നിന്ന് ആരുടെയും സഹായം ഇവർക്ക് വേണ്ട. ഇനി ഞാൻ മതി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ. ഞാൻ അങ്ങനെ പുറത്തു നിന്ന് വന്ന ആളൊന്നും അല്ല. ഇവരുടെ അമ്മ എനിക്ക് സ്വന്തം മോളായിരുന്നു. പശുവും ചത്തു, മോരിലെ പുളിയും പോയി. ഇനിയും ഒഴിച്ചു കുഴച്ചുണ്ണാനായിട്ട് ഇവിടെ നിൽക്കണ്ട. ഞാനാ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇറക്കി വിടുന്നതിന് മുമ്പ് ഇറങ്ങി പോകുന്നതല്ലേ നല്ലത്. ദൈവമേ, എങ്ങോട്ടും പോകണ്ട, ഞങ്ങളുടെ കൂടെ തന്നെ വേണം. അതൊക്കെ ഇനി തീരുമാനിക്കുന്നതേ ഞാനാ. കുഞ്ഞുങ്ങളെ വിട്ടുപോകാൻ എനിക്ക് പറ്റില്ല. സഹതാപവും സഹായവും ഒക്കെ പൊതിഞ്ഞു കെട്ടി ഭരണത്ത് വെച്ചേക്ക്. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നിങ്ങൾ സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞത്
മലയാളത്തിലല്ലേ? അത് മനസ്സിലായില്ലെങ്കിലേ ഭാഷ മാറ്റി പറയാം. ഇറങ്ങി പോതല്ലേ. ഞാൻ പോകാം. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആര് തടഞ്ഞാലും ഞാൻ വരും. ദേവമ്മ പോയിട്ട് വരാം മക്കളെ. ദൈവമേ, ദൈവമേ, എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ പുരയിലേക്ക് വന്നാ മതി. കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാതെ പോയി ആ പിള്ളേരുടെ കരച്ചിലടക്ക്. ചെല്ലങ്ങോട്ട്. ഇവളിനി ചുമരിലിരുന്ന് ഭരിക്കണ്ട. എന്താ കിടക്കുന്നില്ലേ? നേരത്തെ ഉറങ്ങുന്ന ആളാണല്ലോ. കിടന്നാലും ഉറക്കം വരണ്ട എംപിയെ. കണ്ണടച്ച കുഞ്ഞുങ്ങളെ കുറിച്ചാ ഓർമ്മ. ഇങ്ങനെ വിഷമിക്കാനും മാത്രം അത് നിന്റെ മക്കളൊന്നും അല്ലല്ലോ. ഷടാ, നിന്റെ ആങ്ങളയ്ക്ക് സ്വന്തം മക്കളെ വേണ്ട. അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ നീ പോണ്ട. വാക്കേറിയ ദൈവം അന്നവും കൊടുക്കും. നിനക്കങ്ങനെ നിസ്സാരമായിട്ട് പറയാം. എന്റെ പെങ്ങളെ മക്കളാ. അവർ കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല. ഓ, ആരായി കഷ്ടപ്പെടുത്തുന്നത്? സ്വന്തം തന്ത തന്നെയല്ലേ? അതെ, എന്റെ ഏട്ടന് മക്കളെ വേണ്ടെന്ന് കരുതി അവരെ ഉപേക്ഷിക്കാൻ അവരുടെ അപ്പച്ചയായ എനിക്ക് മനസ്സ് വരുന്നില്ല. അത്രയ്ക്ക് സഹതാപമൊന്നും കാണിക്കണ്ട. ഒരുത്തി അവിടെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ടില്ലേ? മക്കളെയൊക്കെ അവള് നോക്കിക്കോളും. നോക്കില്ല, തിരിഞ്ഞു നോക്കില്ല അവള്. വന്ന ദിവസം തന്നെയുള്ള പെരുമാറ്റം കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവളെ? എനിക്ക് അതിലൊന്നും അല്ല വിഷമം. വളയും തലയൊക്കെ വച്ച് കാശ് എത്ര കളഞ്ഞത് ഒക്കെ കണ്ടവൻ കൊണ്ടുപോയില്ലേ. പോയത് പോട്ടെ, ആ കുഞ്ഞുങ്ങൾക്കൊരു സമാധാനം ഉണ്ടായാ മതി. എന്നാലും വെറുതെ കാശ് കളഞ്ഞില്ലേ? ഞാനും എന്റെ മക്കളും അനുഭവിക്കേണ്ട മുതലല്ലേ? ആ പൊടിക്കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായോ എന്തോ. ആ ദേവമ്മ അയലത്തുള്ളതാ ഒരു സമാധാനം. എന്തേലും ആവശ്യം വന്നാ ആ ചന്ദ്രേട്ടനെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കിയാ മതിയായിരുന്നു. ഓ പിന്നെ അവൻ കൊച്ചുങ്ങളെ നോക്കൂ, അതോ പുതുമണവാട്ടിയേറ്റ ആദ്യ രാത്രി ആഘോഷിക്കാൻ നോക്കൂ? അല്ല പിന്നെ. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇത് നമ്മുടെ ആദ്യ രാത്രി ഒന്നും അല്ലല്ലോ. എന്നാലും താലി കെട്ടിയതിന്നല്ലേ, ആചാരമായിട്ട് കണ്ടാ മതി. എന്നുവെച്ച് കുടിച്ചിട്ട് പകുതിയൊന്നും എനിക്ക് വേണ്ട. നിങ്ങളോ ഒരുത്തിയുടെ എച്ചില്. ഇനി പാലും തൈരും ഒന്നും എച്ചിലായിട്ട് എനിക്ക് വേണ്ട. എന്നോടുള്ള സംസാരത്തില് നിനക്കൊരു പരിഹാസ ചൊവ്വയുണ്ട്. പൊതുവെ ഞാൻ ആരെയും ബഹുമാനിക്കാറില്ല, അതുകൊണ്ടായിരിക്കും. തുടങ്ങിയല്ലോ നശൂലങ്ങള്. കിടത്തി ഉറക്കില്ലേ? കരയാതെ വാവേ. അയ്യോ, കരയാതെ കരയാതെ. ഓ, കരയാതെ മോളെ. ചേച്ചിയുടെ മോളല്ലേ. കരയാതെ കരയാതെ. ഒന്ന് നിർത്ത്.
നിർത്താൻ പറയുന്നുണ്ടോ അവറ്റകളുടെ കരച്ചില്? സ്വൈര്യം തരാൻ പറയങ്ങോട്ട്. പറഞ്ഞാ കേൾക്കുന്ന പ്രായമാണോ? എന്നാ വായടച്ച് വല്ല തുണിയും തിരികെ വെക്ക്. അതുങ്ങൾ അവിടെ കിടന്ന് കരയട്ടെ. നീ ഇങ്ങ് വന്ന് കിടക്ക്. ഛെ, അവറ്റകളുടെ വായടപ്പിക്കാതെ എന്നെ തൊടാൻ വരരുത്. ഓ, എനിക്ക് വാകീറിൽ കേൾക്കാൻ വയ്യ. വാവേ ഇല്ലടാ വാവോ ഓ വാവേ കരയാതെ 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 ഒന്ന് നിർത്തുന്നുണ്ടോ ഈ കാറില്? നിർത്താൻ. കരച്ചില് നിർത്താൻ പറ്റുന്നില്ല അച്ഛ. നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ എടുത്തോണ്ട് എങ്ങോട്ടെങ്കിലും പോ. അല്ലെങ്കിൽ രണ്ടിനും വല്ല ധർമ്മക്കാർക്കും എടുത്ത് കൊടുക്കും ഞാൻ. ഛേ, എന്തൊരു നാശമാണെന്ന് നോക്കണേ. ഒച്ച വെക്കരുത്, തീർത്ത് കളയും ഞാൻ. നാശങ്ങള്. കരയല്ലേ മക്കളെ, കരയല്ലേ കരയല്ലേ. ഓ കരയാതെ. ഓ പ്രയോജനമുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞതുകൊണ്ടാ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കാതെ വാസു വന്നത്. മണ്ണും പൊന്നും മാത്രമല്ല, പലിശക്കാശും ചതിക്കില്ല. അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഓക്കെയാ. പക്ഷേ ഇപ്പോ കലാവധി പറഞ്ഞു വരുന്നത് പെണ്ണിന്റെ കാര്യമാ. അതെനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പെണ്ണെന്ന് പറയണ്ട, കൊച്ചുകുട്ടികളല്ലേ. അതും 2 കൈക്കുഞ്ഞുങ്ങളടക്കം 5. കുഞ്ഞുങ്ങളെ കാണാതാവുന്നത് ഈ നാട്ടില് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ചന്ദ്രസേനൻ തരാനുള്ള പണം പലിശയും കൂട്ടുപലിശയും അടക്കം തിരിച്ചു വേണ്ടേ വാസുവിന്? കലാവധി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ തുറന്നു പറയാം. എന്റെ ജീവിതത്തിലെ കരടാ ആ 5 എണ്ണവും. അവരെ ഒഴിവാക്കണം.